ഇദ്ദേഹം തുറന്ന് പറയുകയാണ് ഒരു മീഡിയയിൽ വെച്ചിട്ട് തന്നെ. ഇദ്ദേഹം എന്നെ ട്രാപ്പിലാക്കിയപ്പോഴും അല്ലെങ്കിൽ പിന്നെ എന്നെ സെക്ഷുവലി അബ്യൂസ് ചെയ്തപ്പോഴും അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ടിൽ ഇദ്ദേഹം മാസ്റ്റർബേറ്റ് ചെയ്തപ്പോൾ അല്ലെങ്കിൽ ഇൻസേർട്ട് ചെയ്യാൻ സമ്മതിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, അറ്റ്ലീസ്റ്റ് കൺസിഡർ മീ ടു ലിക്ക് എന്ന് പറഞ്ഞപ്പോൾ പല ആക്ഷൻസും ഇയാൾ ആ ഒരു സമയത്ത് ഇയാൾ ചെയ്ത സമയത്ത് എന്നെ അറ്റാക്ക് ചെയ്ത സമയത്ത്, ഹീസ് ആൻ അറ്റാക്ക് ചെയ്ത സമയത്ത് ഒന്നും ഇയാൾക്ക് ഫീൽ ചെയ്തില്ലേ, അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തിയ സമയത്ത് നീ ഇത് പുറത്ത് പോയി പറഞ്ഞാൽ ഒരു മനുഷ്യനും നിന്നെ വിശ്വസിക്കില്ല, നീ പോയി പറ, നീ എന്നെ കൊണ്ട് പറയുന്ന മാക്സിമം നീ പറ എന്ന് പറഞ്ഞപ്പോഴൊന്നും തന്നെ മിസ്റ്റർ സിദ്ദിഖിന് ഇത് ക്രിമിനൽ ആക്ടിവിറ്റി ആണെന്നോ നിങ്ങളൊരു ക്രിമിനൽ ആണെന്നോ നിങ്ങൾക്ക് തോന്നിയില്ലേ എന്ന് ഇത് കാണുന്നുണ്ടെങ്കിൽ ഞാൻ അദ്ദേഹത്തോട് ചോദിക്കുകയാണ്. കാര്യം എനിക്ക് ഒരിക്കലും ഇദ്ദേഹത്തിന് അതിനുശേഷം കാണാൻ പറ്റിയിട്ടില്ല. എനിക്ക് എപ്പോഴെങ്കിലും കാണുമ്പോൾ അദ്ദേഹത്തിനോട് ഇത് ചോദിക്കണമെന്നുണ്ടായിരുന്നു. ഇതൊക്കെ ക്രിമിനൽ ആക്ടിവിറ്റീസ് ആണ് എന്ന് ഇദ്ദേഹം പറയുമ്പോൾ ഇത്രത്തോളം അവയർനെസ് മിസ്റ്റർ സിദ്ദിഖിനുണ്ടായിരുന്നോ എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ അത്ഭുതം. ഇത്രത്തോളം അവയർനെസ് ഉണ്ടായിരുന്നു. അപ്പം ഇവിടെ പവർ ഗ്രൂപ്പേ എക്സിസ്റ്റ് ചെയ്യുന്നില്ല, ഇവിടെ ഒരു പ്രശ്നവും ഇല്ല എന്നാണ് മിസ്റ്റർ സിദ്ദിഖ് പറയുന്നത്. ഒരു പ്രോബ്ലവും ഇല്ല, ഇതെല്ലാം എന്താണ് വളരെ മിത്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്, ഇമാജിനേഷൻ ആണ് എന്നുള്ളൊരു രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ റെസ്പോൺസ്. ഇത്രയും കാര്യങ്ങൾ ചെയ്തപ്പോൾ അല്ലെങ്കിൽ ഒരു ഡ്രീം ചെയ്തു എന്നുള്ള ഒരു കാര്യത്തിൽ ഒരാളെ ട്രാപ്പിലാക്കി എനിക്കതിന് കൊടുക്കേണ്ടി വന്ന വില എന്ന് പറയുന്നത് വളരെയധികമാണ്. എത്രയോ കൊല്ലങ്ങൾ, രേവതിയുടെ +2 കഴിയുന്ന പ്രായമാണ് എന്ന് പറഞ്ഞാൽ +2 കഴിയുമ്പോൾ അത്രയാണ് പ്രായം. നമ്മൾ ലോകത്തെക്കുറിച്ച് സ്വപ്നം കാണുന്ന പ്രായമാണ്, നമ്മുടെ കരിയറിനെ കുറിച്ച് സ്വപ്നം കാണുന്ന പ്രായമാണ്, നമുക്കെല്ലാം നന്മയും നന്നായും തോന്നുന്ന കാലമാണ്. അക്കാലത്തെ കാര്യമാണ് രേവതി പറയുന്നല്ലേ? അതെ, +2 കഴിഞ്ഞ് അല്ല ഇത് പെട്ടെന്ന് സംഭവിക്കുന്നത്. +2 കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ മെസ്സേജും കോൺടാക്റ്റും ഒക്കെ വരുന്നത് +2 കഴിഞ്ഞ് നിൽക്കുന്ന ഒരു പീരീഡ്, പിന്നെ ലീവിനാണ് വരുന്നത്. അതിനുശേഷം 1.5 കൊല്ലത്തോളത്തോളം സോ കോൾഡ് മോളെ വിളിയിൽ അദ്ദേഹം വളരെ സേഫ് ആയിരുന്നു എന്നുള്ളതാണ്. ഒരിടത്തും എനിക്ക് ഡൗട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല, ബിക്കോസ് ഐ വാസ് ടു യങ്. എനിക്കറിയില്ല ഇങ്ങനെയുള്ളൊരു സിസ്റ്റം, ഇങ്ങനത്തെ ഒരു രീതി ഇൻഡസ്ട്രിയിൽ ഉണ്ടെന്നോ. ഞാനന്ന് മോഡലിംഗ് പോലും തുടങ്ങിയിട്ടില്ല, എൻ്റെ ആദ്യത്തെ സിനിമ പോലും ഞാൻ ചെയ്തിട്ടില്ല. അതിന് മുമ്പേ ഉള്ളൊരു പീരീഡാണ്, എനിക്കറിയില്ല. നമ്മൾ നോക്കുമ്പോൾ എന്താണ് അപ്പൂപ്പൻ്റെ അത്ര വയസ്സുള്ള ഒരു മനുഷ്യൻ മോളെ എന്ന് വിളിച്ച് കാര്യങ്ങൾ ചോദിക്കുന്നു, പിന്നീട് സിനിമയിൽ നിനക്ക് താല്പര്യമുണ്ടോ എന്ന് ചോദിക്കുന്നു, നിനക്ക് അഭിനയിക്കാനുള്ള ഇതുണ്ടോ എന്ന് ചോദിക്കുന്നു. അപ്പം ഇങ്ങനെയുള്ള കുറേ വിഷയങ്ങൾ നടക്കും. നമ്മൾ ഒരിടത്ത് പോലും ഒരു സ്ലൈറ്റ് ഇതുപോലും നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. സുഖമായിരിക്കട്ടെ എന്ന് പറയുന്ന ഒരു മൂവിയുടെ റിവ്യൂ കാണാൻ ക്ഷണിക്കുന്നു, ഞാൻ പോയി. അതിനുശേഷം ബാക്കി സിനിമയുമായിട്ട് ബന്ധപ്പെട്ട ഡിസ്കഷനും കാര്യങ്ങളും നമുക്ക് മസ്കറ്റ് ഹോട്ടലിലാണെന്ന് പറയും. നമുക്ക് ആകെ അറിയുന്നത് പ്രൊഫഷണൽ അപ്രോച്ചുകൾ മാത്രമാണ്. അവിടെ പോയപ്പോഴാണ് അതൊരു ട്രാപ്പാണെന്ന് അറിയുന്നതും, ഞാനൊരു റൂമിനകത്ത് ലോക്ക്ഡ് ആണെന്ന് അറിയുന്നതും, എൻ്റെ സമ്മതമില്ലാതെ അയാൾ വളരെ ഹീനമായിട്ട് എന്നെ ഉപദ്രവിക്കുന്നതും, ഇൻസേർഷൻ ചെയ്യാൻ സമ്മതിച്ചില്ലെങ്കിലും സാരമില്ല. കേൾക്കുന്നുണ്ടോ? കേൾക്കാം രേവതി, ഞാൻ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇങ്ങനെയുള്ള വാക്കുകൾ പറയുന്നു, അയാൾ എന്നെ അറ്റാക്ക് ചെയ്യുന്നു. എനിക്ക് ആ സമയം പറ്റുന്ന ടു സെൻസിറ്റീവ് ടൈം, ആൻഡ് ആ സമയത്ത് പറ്റുന്ന പോലെ തന്നെ ഞാൻ എൻ്റെ മാക്സിമം സ്ട്രെങ്ത് ഫിസിക്കലി എടുത്ത് അയാളെ ഞാൻ ഡിഫെൻഡ് ചെയ്യുമ്പോഴാണെങ്കിൽ പോലും ഈ പറയുന്ന പോലെ ഇഷ്ടം പോലെ കാര്യങ്ങൾ ഞാൻ സീക്ക് ചെയ്യാണ് ഹെൽപ്പിന് വേണ്ടി. എനിക്ക് എപ്പോഴും എനിക്ക് ട്രോമയായിട്ട് ഓർമ്മ വരുന്നൊരു കാര്യമാണ് അവിടുത്തെ മിറർ, മസ്കറ്റ് ഹോട്ടലിലെ മിറർ. ബിക്കോസ് ഞാൻ ഈ ചാവുമോ, എന്നെ കൊന്നുകളയോ, നെക്സ്റ്റ് മൊമെൻറ്റിൽ എന്താ, ഞാൻ ഏത് വഴി എസ്കേപ്പ് ചെയ്യും, ഇതൊന്നും തന്നെ എനിക്ക് അറിയില്ല.